ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും പുതിയ സി വി ഒക്കെ ക്രിയേറ്റ് ചെയ്തോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു സി വി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ചില പോയിന്റ്സ് ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഒരു സി വി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പഴയ സി വി ഒക്കെ നിങ്ങൾ മാറ്റുക കേട്ടോ. എന്നിട്ട് പുതിയ സി വിയിലേക്ക് മാറുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനൊന്നും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. അപ്പൊ അത് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് പരിഹരിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. അതിനല്ലേ നമുക്കിപ്പോ ChatGPT ഉള്ളത്. അപ്പൊ അതില് ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സി വി ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു കമാൻഡ് കൊടുത്താൽ മതി. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ സി വി ചേഞ്ച് ചെയ്യപ്പെട്ടു തരും. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. കാരണം നിങ്ങൾ ആ പ്രൊഫൈൽ വെച്ചിട്ടാണ് ആപ്ലിക്കേഷനൊക്കെ അയക്കുന്നത്. അപ്പൊ മെയിനായിട്ട് പ്രത്യേകിച്ച് ന്യൂസിലൻഡിലെ എംപ്ലോയേഴ്സ് നോക്കുന്നത് അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. ആ ഒറ്റ പ്രൊഫൈലിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. അപ്പൊ ആ ലിങ്ക്ഡിൻ പ്രൊഫൈല് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുക. അപ്പൊ അതിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, നിങ്ങളുടെ സ്കിൽസിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഫസ്റ്റ് നിങ്ങളെ കുറിച്ചുള്ള ഒരു 3-4 സെന്റൻസുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങള് എല്ലാം മാറ്റി പുതുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കണം. എങ്ങനെയാണെന്ന് നമുക്കിവിടെ നോക്കാം. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ChatGPTയിലേക്ക് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എൻ്റെ സി വി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ChatGPTയിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ ലിങ്ക്ഡിൻ പ്രൊഫൈല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ സ്കിൽസും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇവർ ശ്രദ്ധിക്കുന്ന ഒന്നാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. അപ്പൊ അത് പ്രോംപ്റ്റ് ആയിട്ട് അത് കറക്റ്റ് ആക്കിയെങ്കിൽ മാത്രമേ അവര് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കൂ. അപ്പൊ അതുകൊണ്ട് ഒരു ATS ഫ്രണ്ട്ലി സി വി ക്രിയേറ്റ് ചെയ്താലും മാത്രം പോരാ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലും ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. സി വി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയിലുള്ള പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ATS ഫ്രണ്ട്ലി സി വി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അതല്ല, നിങ്ങൾ വേറൊരു ടെംപ്ലേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സി വി ChatGPTയിലേക്ക് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഞാൻ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് ChatGPTയോട് ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ സി വി തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് തരും. അത് നിങ്ങൾ സേവ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടി ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പൊ ഈ 2 രീതികൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി പെട്ടെന്ന് നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു, ഇനി ഒരു 10-50 ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ നിർത്തിക്കളയരുത്. വീണ്ടും വീണ്ടും ചെയ്യുക. ഇപ്പോൾ പുതുതായിട്ട് ഒരുപാട് ജോലി ഒഴിവുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ഒഴിവിലേക്കൊക്കെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ആപ്ലിക്കൻസിന് കിട്ടുന്നുണ്ട്. പലരും ഇങ്ങോട്ട് പുതുതായിട്ട് ജോലി കിട്ടി ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതായിട്ട് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിർത്തിക്കളയരുത്. വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരാള് ജോലി കിട്ടി വന്നത് 100-150 ജോലിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ട്രേഡ് മീയിലൂടെ അപ്ലൈ ചെയ്തപ്പോഴാണ് ലാസ്റ്റ് ഇവിടെ ജോലി കിട്ടിയത്. നിങ്ങളും ജോലികൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ വർക്കിന് ഒരിക്കൽ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു ജോലി കിട്ടുന്നതും ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് വന്ന് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. മാനിഫെസ്റ്റേഷൻ എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നുവോ അതിനെക്കുറിച്ചുള്ള മാനിഫെസ്റ്റേഷൻ നടത്തുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കും. പഴയ കാലങ്ങളിൽ ഞാനും ഇതുപോലെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി സി വി ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക. കറക്റ്റ് ചെയ്ത് വീണ്ടും കറക്റ്റ് ചെയ്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ലാതെ സി വി ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം സി വി അപ്ലോഡ് ചെയ്യുക. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നതാണ്. കാരണം സി വിയിൽ വന്ന ഒരു ചെറിയ മിസ്റ്റേക്സിന് ഒരു ജോലി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജോലികൾക്ക് വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് നിർത്തിക്കളയരുത്. എവിടെയാണ് കിട്ടുന്നത് നമുക്കിവിടെ അറിയില്ലല്ലോ.
ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ ജോലി കിട്ടിയ ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഇപ്പോഴും ഒരുപാട് വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് ഇവിടെ വരുന്നുണ്ട്. ഇത് ഇൻഡീഡിൽ നിന്നുള്ള ഒരു പേജാണ്. അപ്പോൾ അതിൽ നമുക്കിവിടെ ഓസ്ട്രേലിയയിലെ വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെയർഹൗസ് സ്പെഷ്യലിസ്റ്റ്, നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ വിസ സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് കണ്ടോ. ഇതിൽ ബെനിഫിറ്റ്സിൽ എന്ന് പറയുന്ന പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ അപ്ലൈ ആവുന്ന ഒരു ജോബാണ്. അതുപോലെ ഇതിൽ ടൈറ്റിലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ വിസ സ്പോൺസർഷിപ്പ് അവൈലബിൾ. കണ്ടോ, ഹൈ സാലറിയാണ്. പെർ അവറിന് $55 ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൂടാതെ വെഹിക്കിൾസും പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തത് ഫ്രണ്ട് ഡെസ്ക് ഓൾറൗണ്ടർ റിവർ ഫ്രണ്ട് ഹോട്ടൽ. ഇതും വിസ സ്പോൺസർഷിപ്പ് ഉള്ളതാണ്. സാധാരണ എല്ലാ ഹോട്ടൽ ജോബ്സിനും വിസ സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കും. ഇതിൽ കൊടുത്തിട്ടുണ്ട് വിസ സ്പോൺസർഷിപ്പ്. ഇതുപോലെ എല്ലാ ജോബ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് വിസ സ്പോൺസർഷിപ്പ് കാണാം. ബേക്കറി ഓപ്പറേറ്റീവ്, ലൈറ്റ് വെഹിക്കിൾ മെക്കാനിക്. മെക്കാനിക്സിന് ഡിമാൻഡ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിലെ റിമോട്ട് ഏരിയയിലേക്ക്. ലൈറ്റ് വെഹിക്കിൾ മെക്കാനിക്, ബാക്ക് ഹൗസ് ടീം മെമ്പർ, ഫുഡ് റണ്ണർ. ഇതിൻ്റെ കമ്പനീസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആ കമ്പനിയിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് പോസ്കോ ഓസ്ട്രേലിയ മാനേജ്മെൻറ്റ് ജോബാണ്. ഇത്തരം ജോബ്സ് ഇവിടെ സാധാരണയായിട്ട് കാണാം. കാരണം ഒരാൾക്ക് ഒരു വണ്ടി എന്ന രീതിയിൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ജോബ്സിന് ഡിമാൻഡ് വളരെ കൂടുതലാണ്. റിസപ്ഷൻ ആൻഡ് കസ്റ്റമർ സർവീസ് അഡ്മിനിസ്ട്രേറ്റർ. ഇതിൻ്റെ എല്ലാം കമ്പനീനെയും നിങ്ങൾ ഇതിൽ നിന്ന് നോക്കിയെടുക്കുക കേട്ടോ. ഹെവി ഡീസൽ മെക്കാനിക് സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനിയിലേക്കൊക്കെ നേരത്തെ നമ്മൾ ജോബ്സ് ഇവിടെ കണ്ടിട്ടുള്ളതാണ്. ഒരാൾക്ക് ഓസ്ട്രേലിയയിലേക്ക് കംപ്ലീറ്റ് ടയർ സൊല്യൂഷൻസിലേക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് ഓട്ടോമോട്ടീവ് സർവീസ് ടെക്നീഷ്യൻസ്. ഇപ്പോൾ ടെസ്ല വർക്ക്ഷോപ്പുകളിലേക്ക് ഡിമാൻഡ് വളരെ കൂടുതലാണ്. എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഇവിടെ കാണാം. അർജൻറ്റായിട്ട് ഹയർ ചെയ്യുന്നതാണ്. പാർട്ട് ടൈം അക്കൗണ്ടൻറ്റ്. ഈ ടെസ്ലയിലേക്കുള്ളത് നമുക്കിവിടെ ഫുൾ ടൈം വിസ സ്പോൺസർഷിപ്പ് എന്ന് ആ ജോബിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. പാർട്ട് ടൈം അക്കൗണ്ടൻറ്റ്, ഇതിനും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. റെസിഡൻഷ്യൽ കെയർ ഓഫീസർ, റെസിഡൻഷ്യൽ കെയർ ഓഫീസർ ഗ്രേറ്റ് കെയർ സർവീസസ്, വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സെയിൽസ് മാനേജർ, ഇതിന് ചിലപ്പോൾ വിസ സ്പോൺസർഷിപ്പ് ഉണ്ടാവില്ല. അതിനും കൊടുത്തിട്ടുണ്ട് വിസ സ്പോൺസർഷിപ്പ്. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവർ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ജോലികൾക്കും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. സ്പ്രേ പെയിൻറ്റേഴ്സിന് ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഇവിടെ ഒരുപാട് വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂസിലൻഡിലാണെങ്കിൽ എർത്ത്ക്വേക്കിൽ തകർന്ന പല വീടുകളും പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് മാനേജർ. അടുത്തത് ട്രേഡിംഗ് വെയർഹൗസ്. അടുത്തത് വെയർഹൗസ് ജോബാണ്. നെക്സ്റ്റ് ഓഫീസ് മാനേജർ. ഇനി നെക്സ്റ്റ് പേജിലും ഇതുപോലെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഈ ജോലികൾക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഇത് വെറുതെ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലികളും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പനി നെയിമും നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഡിസ്ക്രിപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വാർത്തയുമായിട്ട് കാണുന്നവരെ സീ യു, ബൈ.